C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ചേച്ചി ആരോടാ കാശ് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ച പണം അല്ലടാ, നിന്റെ അളിയൻ. അതിന് അയാൾ വാങ്ങിയ കാശിന് ചേച്ചി എന്തിനാ സമാധാനം പറയുന്നത്? അയാൾ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച പണം അല്ല ഇതൊന്നും. പിന്നെ വീട് വെച്ചത് ലോണിന്, കാറിനും നിന്റെ ബൈക്കിനോടൊക്കെ EMI. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടിനെ ബാങ്കുകാര് നോട്ടീസ് ഒട്ടിച്ചു ജപ്തിക്ക്. അത് മിക്കവാറും പോക്ക. എന്നിട്ട് അളിനിതൊന്നും ഗോപാലേട്ടനെല്ലാം ഒരു റോളിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ പറഞ്ഞതിനൊരു മൊനയുണ്ടല്ലോ ചേച്ചി. എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ലെന്ന്, അളിയൻ പോകാൻ കാരണം ഞാനാണെന്നും. നിന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന്? കുത്തിയിരുന്ന് കുറെ ചീട്ട് കളിക്കാനും കള്ളു കുടിക്കാനും അല്ലാതെ. ചേച്ചി ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. ബാങ്കിന്റെ ഗുണ്ടകൾ കയറി ഇറങ്ങുന്നെന്നും പറഞ്ഞ് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൈയും കാലും പിടിച്ചിട്ടാ വാടകയ്ക്കാണെങ്കിൽ ഈ വീട് സംഘടിപ്പിച്ചത്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. ഓ, അത് വലിയ കാര്യമായി പോയി. ആ, വലിയ കാര്യം തന്നെയാ. എനിക്കിപ്പോ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. പിന്നെ അളിയന് കഷായം കൊടുത്തത് ഞാനല്ല, ചേച്ചിയാ. കഷായം കുടിച്ച് കാറും എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അളിയന്റെ കാറേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അളിയനെ കിട്ടിയിട്ടില്ല. ചത്തോ ജീവനോടുണ്ടോന്നോ ആർക്കും അറിയില്ല. അളിയൻ ഭൂമിയിലെ തനിയെ പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിക്കും. എവിടെ പോയെന്ന് സമാധാനം പറയേണ്ടതേ ഭാര്യയായ ചേച്ചിയാ, അളിയനായ ഞാനല്ല. ഈ നിമിഷം ഇവിടുന്ന് കൈയും വീശി ഇറങ്ങിപ്പോയാ എന്റെ ബാധ്യത തീർന്നു. എനിക്ക് കടത്തുണ്ടെങ്കിലും കിടന്നുറങ്ങാം. ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇനി ആളിയെ എവിടെയെങ്കിലും കിടന്ന് ചത്താലും ഞാൻ തടികൂരും ചേച്ചി. മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കഷായത്തിൽ ചേർക്കാനുള്ള കെമിക്കൽ വാങ്ങിച്ചത് എവിടെ നിന്നാണെന്നും ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും. ഞാൻ ഊരും, ചേച്ചി പെടും. ആ വീട് ബാങ്കുകാർ കൊണ്ടുപോയാലേ ചേച്ചി സങ്കടപ്പെടണ്ട. ചേച്ചിക്ക് സർക്കാർ ചിലവിൽ താമസവും ഭക്ഷണവും കിട്ടും, കാവലിന് പോലീസും. സെൻട്രൽ ജയിലേ, സെൻട്രൽ ജയിൽ തൊട്ടുപോകരുത് തന്നെ. നിങ്ങളുടെ അടിയും കൊണ്ട് കാൽച്ചുവട്ടിൽ ചുരുണ്ടു കിടക്കാനേ ഞാൻ നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണനല്ല. കുറച്ച് പ്രായം കൂടുതലുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ അയാളുടെ മുന്നിൽ കയ്യൂക്ക് കാണിച്ചിരുന്നത്. ബാലേന്ദ്രനെ നിങ്ങളെക്കാൾ പ്രായത്തിൽ ഇളയതാ. ദേഹം നൊന്താ. ചേച്ചി കൂച്ചിന്നൊന്നും ബാലൻ നോക്കിന്ന് വരില്ല. അല്ല പിന്നെ നിങ്ങളോ? അയ്യോ, എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? മോളെ, ഞാൻ നിന്റെ അച്ഛനാ. അച്ഛനോ? നിങ്ങളാണോ അച്ഛൻ? മോളെ, നിങ്ങളൊരു അച്ഛനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. 3 മക്കളെ ജനിപ്പിച്ച ശേഷം 17 വർഷം മുൻപ് ഒരു സ്ത്രീയെ നടുക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ? ആ സ്ത്രീയും മക്കളും ഇപ്പോഴും അതേ കടലിൽ മുങ്ങി താഴ്ന്നോണ്ടിരിക്കുക, കര എത്തിയിട്ടില്ല. മോളെ, ഈ മനുഷ്യനെ എന്തിനാ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ? മോളെ ഒന്ന് പതുക്കെ, ആരെങ്കിലും കേക്കും. കേക്കട്ടെ, ഇപ്പൊ ഈ നിമിഷം ഇറക്കി വിടണം ഇയാൾ ഇവിടുന്ന്. മോളെ, രാജേശ്വരി കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് ഗോപാലേട്ടനെ കൊല്ലാൻ നോക്കി. അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വന്ന് ഇവിടെ ഒളിവിൽ താമസിക്കുന്നതാ. രാജേശ്വരിയുടെ ബാലേന്ദ്രന്റെ കൈ കിട്ടിയ വിവരം പുറത്തു പോകാതിരിക്കാൻ അവരച്ഛനെ കൊന്നു കളഞ്ഞെന്നിരിക്കും. കൊല്ലട്ടെ. ഇവിടുത്തെ സന്തോഷം തികയാഞ്ഞു മറ്റൊരു സ്ത്രീ അന്വേഷിച്ചു പോയതല്ലേ? അത് തന്നെ വേണം ശിക്ഷ. എന്താ
മോളെ നീ പറയുന്നതൊക്കെ? ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതിന്റെ അനന്തര ഫലങ്ങളാ അമ്മേ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജീവിക്കാൻ വിടുന്നുണ്ടോ ഇയാളും ഇയാളുടെ ഭാര്യ? 30 പവന്റെ മുക്കുബണ്ടം തന്നു പറ്റിച്ചിട്ടും അമ്മയ്ക്ക് മതിയായിട്ടില്ലല്ലേ? ഇതും എന്തെങ്കിലും നാടകമായിരിക്കും. അമ്മ പറഞ്ഞതുപോലെ ബാക്കിയായ 4 പ്രാണം കൂടി പറിച്ചെടുത്ത് പ്രിയതമ്മയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഇയാൾ ഇവിടെ ഉള്ളപ്പോ ഞാനിവിടെ നിൽക്കുമെന്ന് കരുതണ്ട. ഇറങ്ങി പോവാൻ ഇടമില്ല. എന്നാലും ഞാൻ പോവും. ശാരിക അറിയാലോ നിങ്ങക്ക്. വല്യേച്ചി ഒന്ന് നിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വല്യേച്ചി ഗോപാലേട്ടാ, അവള് പറഞ്ഞതിൽ എന്താ ശാരദ തെറ്റ്? അമ്മേ, വല്യേച്ചി മുറി കയറി വാതിലടച്ചു. വിളിച്ചിട്ടും തുറക്കുന്നില്ല. ഓ ഈ പെണ്ണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.